കാരണം മുസ്ലിങ്ങൾ അനുഷ്ഠിക്കേണ്ട 5 പ്രധാന കാര്യങ്ങളാണുള്ളത്. അതിലൊന്നും നമുക്ക് തീവ്രവാദം കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ ഡൽഹിയിൽ നടന്ന സ്ഫോടനം നാളെ കേരളത്തിൽ എവിടെയുമാകും. പൊതുസമൂഹം ജാഗരൂകരായിരിക്കുക. തീവ്രവാദികളുടെയും ഏറ്റവും വലിയ പ്രത്യേകത അതുതന്നെയാണ്. Islam is the best religion and Muslims are the worst followers. ഇത് പറഞ്ഞത് ജോർജ് ബെർണാഡ് ഷായാണ്. ഞാൻ ജോർജ് ബെർണാഡ് ഷായുടെ ഈ വാചകം ഉദ്ധരിക്കാൻ കാരണം 2025 നവംബർ 11 ദില്ലിയിൽ നടന്ന സ്ഫോടനമാണ്. തികച്ചും വ്യത്യസ്തമായൊരു സംഘടനയെക്കുറിച്ചാണ് ദില്ലി സ്ഫോടനം നമുക്ക് അറിവ് തന്നത്. വൈറ്റ് ടെററിസ്റ്റുകൾ, വൈറ്റ് ടെററിസം. ഇതുവരെ ഇങ്ങനൊരു വാചകം നമ്മൾ കാര്യമായി ഇന്ത്യയിൽ ചർച്ച ചെയ്തിട്ടില്ല. എന്താണ് വൈറ്റ് ടെററിസം? ഇത് ശരിക്കു പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഏറ്റവും ആധുനികമായ വകഭേദമാണ് ഈ വൈറ്റ് ടെററിസ്റ്റുകൾ. ശരിക്കു പറഞ്ഞാൽ ഇസ്ലാം മതവിശ്വാസികൾ എങ്ങനെ ഭീകരവാദത്തിലേക്ക് മാറി എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. കാരണം മുസ്ലിങ്ങൾ അനുഷ്ഠിക്കേണ്ട 5 പ്രധാന കാര്യങ്ങളാണുള്ളത്. അതിലൊന്നും നമുക്ക് തീവ്രവാദം കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിൽ ഷഹാദയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈമാൻ പ്രഖ്യാപനം, ഏക ദൈവത്തിലുള്ള വിശ്വാസവും അന്ത്യപ്രവാചകനുള്ള വിശ്വാസവുമാണ് ഒരു മുസ്ലിമിന് വേണ്ട ആദ്യത്തെ ക്വാളിഫിക്കേഷൻ, ആദ്യത്തെ യോഗ്യത. പിന്നെ രണ്ടാമതുള്ളത് നിസ്കാരമാണ്. ആ നിസ്കാരം 5 തവണ നടത്തിയിരിക്കണം എന്നുള്ളതാണ്. ആധുനിക ജീവിതത്തെ തിരക്കിനിടയിലും മുസ്ലിം മതവിശ്വാസികൾ 5 നേരം നിസ്കരിക്കാറുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സക്കാത്താണ്. അത് മറ്റൊരു മതത്തിലും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് സക്കാത്ത്. ഒരുത്തൻ്റെ സമ്പാദ്യത്തിൻ്റെ 2.5%, 2.5% തുക ദരിദ്രർക്ക് നൽകണം എന്ന് നിഷ്കർഷിക്കുന്ന ഏക മതം ഇസ്ലാം മതമാണ്. അതാണ് ഇസ്ലാമിൻ്റെ മറ്റൊരു പ്രത്യേകത. നല്ലൊരു മുസ്ലിം ആകണമെങ്കിൽ തൻ്റെ സമ്പാദ്യത്തിൻ്റെ 2.5% അല്ലെങ്കിൽ 2.5% ദരിദ്രർക്കായിട്ട് നൽകണം എന്നുള്ളതാണ്. മൂന്നാമത്തേത് നോമ്പാണ്. അത് റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്. അതിന് 2 കാര്യമാണ്. ഒന്ന്, അതിന് പ്രധാനമായിട്ട് വിശപ്പിൻ്റെ കാഠിന്യം സമ്പന്നന്മാരറിയുന്നത് ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിലാണ്. 2, മനുഷ്യൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങൾക്കുള്ള ശരീരത്തെ ശുദ്ധീകരിക്കാനുള്ള ഒരു സമയം കൂടാണ് ഈ നോമ്പിൻ്റെ സമയം. പിന്നെ അവസാനമായിട്ട് 5-ാമത്തേത് ഹജ്ജാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജിലേക്ക് തീർത്ഥാടനം നടത്തിയിരിക്കണം, ഹജ്ജ് അനുഷ്ഠിച്ചിരിക്കണം എന്നാണ് ഇസ്ലാം മതം പറയുന്നത്. ഇതിലെവിടെയാണ് ടെററിസം ഉള്ളത്? ഇവിടെ ടെററിസം ഇല്ല. ഇസ്ലാം എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം സമർപ്പണം എന്നാണ്. ദൈവത്തിന് നടത്തുന്ന സമർപ്പണം. ദൈവത്തിന് ഒരാളെ സ്വയം സമർപ്പിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇസ്ലാമാകാൻ കഴിയുള്ളൂ. അപ്പോൾ ശരിക്കും നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇവിടെയൊന്നും ഒരു തീവ്രവാദത്തിൻ്റെ ലാഞ്ചനയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ സ്വന്തം മതത്തിൽ വിശ്വസിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. എന്നാൽ അന്യമതത്തിൽ വിശ്വസിക്കുന്ന ഒരുത്തനിൽ തൻ്റെ ശത്രുവിനെ കാണുകയും അവനെ ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് സ്വയം രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്യുമ്പോഴാണ് തീവ്രവാദം ഉണ്ടാകുന്നത്. എല്ലാ തീവ്രവാദികളുടെയും ഏറ്റവും വലിയ പ്രത്യേകത അതുതന്നെയാണ്. അവർ അന്യ മതവിശ്വാസിയിലെ ഒരു പരമശത്രുവിനെയാണ് കാണുന്നത്. അവനെ ഉന്മൂലനം ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇതാണ് തീവ്രവാദത്തിന് വളരാനുള്ള വഴിയൊരുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി തീവ്രവാദത്തിലേക്ക് കടന്നാൽ തീവ്രവാദികൾ 3 തരത്തിലുണ്ട്. ആദ്യത്തെ തരം തീവ്രവാദികൾ വെറും വികാരജീവികളാണ്. അവർ പെട്ടെന്ന് പ്രകോപിതരാകും. അവർ കലാപം ഉണ്ടാക്കും, അന്യമത വിശ്വാസികളെ കൊല്ലും, കൈവെട്ടും, കാലുവെട്ടും. അതൊരു വികാര പ്രകടനമാണ് അവരുടേത്. ജോസഫ് സാറിൻ്റെ, പ്രൊഫസർ TJ ജോസഫിൻ്റെ കൈവെട്ടിയത് അത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരാണ്. അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അതിനെ നയിക്കുന്നതും അതിൽ പ്രവർത്തിക്കുന്നതും വികാരജീവികളാണ്. അവർ പെട്ടെന്ന് വികാരത്തിന് അടിമപ്പെടും. അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. അത് ഒരു തരത്തിലുള്ള ഭീകരവാദത്തിൻ്റെ ഒരു മുഖം മാത്രമാണ്. അത് വളരെ ക്രൂരമായൊരു മുഖം തന്നെയാണ്. നിരപരാധികളെയാണ് അവർ പലപ്പോഴും കൊല്ലുന്നത്. അത് പക്ഷേ ജിഹാദിൻ്റെ ഭാഗമായിട്ടാണ്, സ്വർഗത്തിൽ പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തനിക്കൊരു പരിചയമില്ലാത്ത, തനിക്കൊരു ശത്രുതയുമില്ലാത്ത മനുഷ്യരെ കൊല്ലുന്നത്. ഇനി മറ്റൊന്നുണ്ട്, അതൊരു സക്രിയ സലഫിസത്തിൻ്റെ ഭാഗമാണ്. സക്രിയ സലഫിസത്തിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ
അതിനകത്ത് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, സാമൂഹ്യ സംഘടനാ പ്രവർത്തകരുണ്ട്. അവർ വളരെ മോഡറേറ്റ് ആയിട്ടായിരിക്കും പലപ്പോഴും പൊതുസമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ അവരിൽ ചിലരുടെയെങ്കിലും മനസ്സിൽ, ഒരുപക്ഷെ അവരിൽ ന്യൂനപക്ഷത്തിൻ്റെയെങ്കിലും മനസ്സിൽ ഒരു തീവ്രവാദി ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. സ്വന്തം മതത്തിൻ്റെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ ശ്രമം നടത്തുമ്പോൾ അന്യമതസ്ഥരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ പോലും അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരിൽ ഒരു ന്യൂനപക്ഷം ആളുകളുടെ മനസ്സിലെങ്കിലും ന്യൂനപക്ഷ വികാരമല്ല, തീവ്രവാദ വികാരം തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന നേതാവാണ് KM ഷാജി. പക്ഷേ അദ്ദേഹം ഗൾഫിൽ നടത്തിയ പ്രസംഗം, മതമാണ് വലുത് എന്ന് അദ്ദേഹം പറയുമ്പോൾ, അങ്ങനെ ഒരാളെ ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ നേതാവായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കണം. PDPയുടെ സ്ഥാപകൻ അബ്ദുൽ നാസർ മദനി തന്നെ കോയമ്പത്തൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ദീർഘകാലം ജയിലിലായിരുന്നു. മറ്റൊന്ന് വെൽഫെയർ പാർട്ടിയാണ്. വെൽഫെയർ പാർട്ടിക്ക് ഊർജം നൽകുന്നത് മൗദൂദിയുടെ രാഷ്ട്രസങ്കല്പമാണ്. ഇവരിലെല്ലാം ഒളിഞ്ഞിരിക്കുന്ന ഒരു മതമൗലികവാദിയുണ്ട്. ആ മതമൗലികവാദി അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുമ്പോഴാണത് തീവ്രവാദമായിട്ട് മാറുന്നത്. സ്വന്തം മതത്തിൽ വിശ്വസിക്കുന്നത് മതമൗലികവാദമല്ല. മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്നവനെ കൊല്ലണമെന്ന് തോന്നുമ്പോഴാണ് അത് മതമൗലികവാദവും തീവ്രവാദവുമായിട്ട് മാറുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യം, മതമൗലികവാദിക്ക് തീവ്രവാദിയായിട്ട് മാറാൻ വളരെ വളരെ എളുപ്പമാണ്. അവസാനത്തെ പുതിയ രൂപമാണ് വൈറ്റ് കോളർ ടെററിസം. ഈ വൈറ്റ് കോളർ ടെററിസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ആധുനിക നിരീക്ഷണ സുരക്ഷാ സംവിധാനത്തെ വെല്ലാൻ കഴിയുന്ന സാങ്കേതിക പരിജ്ഞാനം നേടിയവരാണ് ഈ വൈറ്റ് കോളർ ടെററിസത്തിലേക്ക് തിരിയുന്നത്. എന്ന് പറഞ്ഞാൽ മുമ്പ് സൂചിപ്പിച്ച രാഷ്ട്രീയ പ്രവർത്തകരെ പോലെ അല്ലെങ്കിൽ വികാരജീവികളെ പോലെ ഒന്നുമല്ല. ഇവർ വളരെ വളരെ ബുദ്ധിമാന്മാരാണ്. ആധുനിക സാങ്കേതിക വിദ്യ നന്നായിട്ട് വശപ്പെടുത്തിയ ആളുകളാണ്. ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, സയൻറ്റിസ്റ്റുകളുണ്ട്, അതുപോലെ തന്നെ ഈ കമ്പ്യൂട്ടർ മേഖലയിലെ വിവര സാങ്കേതിക മേഖലയിലെ ഒരുപാട് കഴിവുകൾ തെളിയിച്ചിട്ടുള്ള സാങ്കേതിക വിദഗ്ധരുണ്ട്. അതാണ് വൈറ്റ് ടെററിസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊരു കാര്യം, ഇവരുടെ ഒരു പ്രത്യേകത, ഇവർക്ക് സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ള ആളുകളാണ്. ഇപ്പം തന്നെ ദില്ലി സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട 5 പേര്, അതിലൊരാൾ മരിച്ചുപോയി. ഇപ്പോൾ വീണ്ടും ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്നവർ, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നല്ല മാർക്കോട് ഉന്നത ബിരുദം നേടിയവർ. ഏറ്റവും ഞെട്ടിക്കുന്നൊരു കാര്യം, ഇവരൊക്കെ ഡോക്ടർമാരാണ് എന്നുള്ളതാണ്. ഇവർ ചികിത്സിക്കുന്ന രോഗികളുടെ ജീവിതം എന്തായിരുന്നു എന്ന് ആലോചിച്ച് നോക്കണം. അന്യമതസ്ഥനിലെ ഒരു ശത്രുവിനെ കാണുന്ന ഒരു ഡോക്ടറെ മുന്നിലെത്തുന്ന അന്യമതസ്ഥനായ ഒരു രോഗിയുടെ ജീവൻ എന്ത് വിലയായിരിക്കും ഈ ഡോക്ടർ കൽപ്പിക്കുന്നത് എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് ആലോചിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇവർ ഡോക്ടർമാരായിട്ടും എഞ്ചിനീയർമാരായിട്ടും പ്രൊഫസർമാരായിട്ടും ഒക്കെ സമൂഹത്തിലെ ഉന്നത സ്ഥാനത്ത് കഴിയുന്ന ആളുകളാണ്. പക്ഷേ അവരെ അടിസ്ഥാനപരമായി തീവ്രവാദികളാണ്. അവരുടെ മനസ്സിലൊരു വൈറ്റ് കോളർ ടെററിസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു പ്രത്യേകത, ഇവരുടെ ഇടപാടുകൾ കണ്ടെത്തുക വളരെ പ്രയാസമാണ്. ഇതിനൊക്കെ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തികമായ ബാധ്യതയും ചെലവുകളും വരുന്നതാണ്. അതിനെ അവരുപയോഗിക്കുന്നത്, അവരുടെ സങ്കീർണമായ ശൃംഖലകളെ അവർ നിലനിർത്തിയിരിക്കുന്നത് ക്രിപ്റ്റോ കറൻസിയുടെ കൈമാറ്റത്തിലൂടെയാണ്. ഇത്തരം കാര്യങ്ങളിലൂടെ ക്രിപ്റ്റോ കറൻസി കൈമാറുന്നതിലൂടെ ശതകോടികളെ കൈമാറാൻ അവർക്ക് നിസ്സാരമായി മിനിറ്റുകൾ കൊണ്ട് കഴിയും എന്നുള്ളതാണ്. മറ്റ് സംഘടനകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വൈറ്റ് കോളർ ടെററിസ്റ്റുകൾ ലക്ഷ്യമാക്കുന്നത്, ഒന്ന് പ്രതിരോധ സ്ഥാപനങ്ങൾ, മറ്റൊന്ന് ഗവേഷണ സ്ഥാപനങ്ങൾ, മറ്റൊന്ന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് പോലെ ക്രമസമാധാനം പരിപാലിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളുടെ തലസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഓഫീസുകൾ, ഇതൊക്കെയാണ് അവർ ലക്ഷ്യമാക്കുന്നത്. അല്ലാതെ ഒരാടെ കൈ വെട്ടുകയോ അല്ലെങ്കിൽ ഒരാടെ കാല് വെട്ടുകയോ, ഒരുത്തനെ കിട്ടേണ്ട ഒരു പ്രൊമോഷൻ തടഞ്ഞിട്ട് സ്വന്തം മതത്തിൽപ്പെട്ടൊരുത്തിന് പ്രൊമോഷൻ കൊടുക്കുമെന്നും അല്ല ഇവരുടെ പരിപാടി. ഇവരുടെ പരിപാടി വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ്. ഇവരെ നമ്മൾ ആലോചിക്കുമ്പോൾ ഇന്ത്യയിൽ ഈ വൈറ്റ് കോളർ ടെററിസ്റ്റുകൾക്ക് വെള്ളവും വളവും നൽകുന്ന കുറ്റവാളികൾ ആരാണ്? ഇതാണ് പൊതുസമൂഹം തിരിച്ചറിയേണ്ടത്. ഇവർക്ക് സഹായം നൽകുന്നവരാണ്, ഇവരെ നിശബ്ദമായി പിന്തുണയ്ക്കുന്നത്, പലപ്പോഴും പരസ്യമായി പിന്തുണയ്ക്കുന്നവരാരാണ്? ഇത് പൊതുസമൂഹം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ പൊതുസമൂഹത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലേക്ക് മാറും. ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കാൻ അവർക്ക് കഴിയുന്നു എങ്കിൽ, അതിനെ അടിച്ചമർത്തി ജീവിക്കാൻ അവർക്ക് കഴിയുന്നു എങ്കിൽ, മറ്റു മതസ്ഥരുടെ മുകളിൽ അവർക്ക് ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്നു എങ്കിൽ, മറ്റു മതസ്ഥരുടെ ജീവിതത്തെക്കുറിച്ചോ മറ്റു മതസ്ഥരുടെ വിശ്വാസത്തെയോ അംഗീകരിക്കാതെ സ്വന്തമായി അവരുടെ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ അവർക്ക് കഴിയുന്നുവെങ്കിൽ, അതിൻ്റെ പിന്നിൽ അതിന് വെള്ളവും വളവും കൊടുക്കുന്ന ചില ആളുകളുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതിയാവുള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ട ആളുകൾ മനുഷ്യാവകാശ പ്രവർത്തകരുടെ കുപ്പായമിട്ട തീവ്രവാദികളാണ്. അവർക്ക് പണം കിട്ടും.
പണം കിട്ടിയാൽ അവരെ ഒറ്റിക്കൊടുക്കും, രാജ്യത്തിന് ഒറ്റിക്കൊടുക്കും, ആരെയും ഒറ്റിക്കൊടുക്കും മനുഷ്യാവകാശ പ്രവർത്തകർ. പക്ഷേ അവർ വരുന്നത് മനുഷ്യാവകാശത്തിൻ്റെ കുപ്പായമിട്ടവരാണ്. ഇവരെ ഈ മനുഷ്യാവകാശ പ്രവർത്തകരെ സംരക്ഷിക്കുന്ന മനുഷ്യാവകാശം തീവ്രവാദികളുടെ മാത്രമേ ഉള്ളൂ. അല്ലാതെ ആദിവാസിയുടെ മനുഷ്യാവകാശം സംരക്ഷിച്ച മനുഷ്യാവകാശ പ്രവർത്തകരെ നമുക്ക് എത്ര പേർക്കറിയാം? പുറമ്പോക്കിൽ താമസിക്കുന്ന പാവപ്പെട്ടവൻ്റെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിച്ച എത്ര മനുഷ്യാവകാശ പ്രവർത്തകർ നമ്മുടെ രാജ്യത്തുണ്ട്? അവർ പണം കിട്ടുന്നത് നന്നായിട്ട് സ്വാധീനം ചെലുത്താൻ, സമൂഹത്തിൽ സ്വാധീനം ചെലുത്തത്തക്ക വിധത്തിൽ അവരുടെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതും ഈ ഭീകരപ്രവർത്തകരാണ്. അവരാണ് വൈറ്റ് കോളർ ടെററിസ്റ്റുകളുടെ ഏറ്റവും ശക്തരായ പിന്തുണയ്ക്കാർ. ഇനി രണ്ടാമത് അഭിഭാഷകരാണ്. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുള്ള പ്രമുഖരായ പല അഭിഭാഷകരും വൈറ്റ് കോളർ ടെററിസ്റ്റുകളുടെ പേറോളിൽപ്പെട്ടവരാണ്. ന്യായാധിപന്മാർ, ഭീകരന്മാരുൾപ്പെട്ട കേസുകൾ വളരെ ലാഘവത്തോടെ കാണുന്ന ആളുകൾ, ചെറിയ ശിക്ഷ കൊടുത്ത് അവരെ ഒഴിവാക്കുന്ന ആളുകൾ, ജാമ്യം നിഷേധിക്കപ്പെടുന്ന കൊടും കുറ്റവാളിക്ക് ജാമ്യം നൽകുന്ന ന്യായാധിപർ, ഇവരൊക്കെ ഈ വൈറ്റ് കോളർ ടെററിസ്റ്റുകളെ സഹായിക്കുന്ന ആളുകളാണ്. അവരെന്തൊക്കെ പരസ്യമായിട്ട് അവർ ചെയ്യുന്നത് ടെററിസമല്ല, പക്ഷേ ടെററിസത്തിനെ സഹായിച്ചുകൊണ്ട് രാജ്യത്ത് അരക്ഷിതാവസ്ഥയും മതമൗലികവാദവും വളർത്താൻ സഹായിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. പിന്നെ മറ്റൊന്നാണ് സാംസ്കാരിക പ്രവർത്തകർ. അവർ വലിയ സമർത്ഥരായ പ്രാസംഗികരായിരിക്കും. ആടിനെ പൂച്ചയാക്കാനും പൂച്ചയെ പട്ടിയാക്കാനും അല്ലെങ്കിൽ പട്ടിയെ പേപ്പട്ടിയാക്കാനും പേപ്പട്ടിയെ തല്ലിക്കൊല്ലാനും ഒക്കെ കഴിയുന്ന വിധത്തിൽ ഭംഗിയായിട്ട് പ്രസംഗിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അതിൽ കേരളത്തിലെ മികച്ച ഒരു ഉദാഹരണം സുനിൽ പി ഇളയിടമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് അദ്ദേഹത്തിനെ പ്രസംഗിപ്പിച്ചാണ് മാർക്സിസ്റ്റ് പാർട്ടി ഈ ഒരു തലത്തിലെത്തിയത്. സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യന് സുനിൽ പി ഇളയിടത്തിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ ആ പ്രസ്ഥാനത്തിൽ തന്നെ അയാൾ പ്രതികരിക്കുന്ന പ്രസ്ഥാനത്തോടെ തന്നെ വെറുപ്പുണ്ടാകും. പക്ഷേ മന്ദബുദ്ധിയായ ബുദ്ധി വളർച്ച വികസിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് ഇയാളുടെ പ്രസ്താവന കേൾക്കുമ്പോഴേ, ഇയാളുടെ പ്രസംഗം കേൾക്കുമ്പോഴേ ഏതോ മഹത്തായ കാര്യമാണ് പറയുന്നതെന്ന് തോന്നും. അതുപോലെ തന്നെ KEN കുഞ്ഞഹമ്മദ് ഈ സാംസ്കാരിക രംഗത്തെ മറ്റൊരു മനുഷ്യനാണ്. ഇവരൊക്കെ ഈ സാംസ്കാരിക പ്രവർത്തകരുടെ കുപ്പായമിട്ടുകൊണ്ട് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ്. അതാണ് പൊതുസമൂഹം തിരിച്ചറിയേണ്ടത്. ഏറ്റവും വലിയ കുറ്റവാളികൾ ചരിത്രകാരന്മാരാണ്. ഒരു തലമുറയുടെ മനസ്സ് മലിനമാക്കുന്ന കൊടും കുറ്റവാളികളാണ് നമ്മുടെ പല ചരിത്രകാരന്മാരും. ഡോക്ടർ KK മുഹമ്മദ് അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, ഞാൻ ഭാരതീയൻ. ആ പുസ്തകത്തിൽ അഖിലേന്ത്യാ തലത്തിൽ വളരെ പ്രശസ്തനായി മാന്യനായ ചരിത്രകാരൻ്റെ കുപ്പായം ധരിച്ച ആളാണ് ഇർഫാൻ ഹബീബ്. ഈ ഇർഫാൻ ഹബീബ് എത്രമാത്രം കടുത്ത മതമൗലികവാദിയാണ്, അയാളുടെ മനസ്സിലെ ഒരു ഭീകരവാദിയെ തുറന്നു കാണിക്കുന്നത് ഡോക്ടർ KK മുഹമ്മദാണ്. ആ മുഹമ്മദിൻ്റെ ജീവിതകഥയുടെ ആത്മകഥയുടെ പേര് തന്നെ ഞാൻ ഭാരതീയൻ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ KK മുഹമ്മദ് ആരാണ്, എന്താണ് അദ്ദേഹത്തിൻ്റെ നിലപാട്, എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്ന് നമുക്കറിയാം. ഇർഫാൻ ഹബീബിനെ പോലെ പ്രശസ്തനായ ഒരു ചരിത്രകാരൻ, കടുത്ത മതമൗലികവാദിയും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ സാധ്യതയുള്ള ഒരാളുമാണ് എന്ന് പറയുമ്പോൾ മറ്റ് ചരിത്രകാരന്മാരുടെ സ്ഥിതി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇനി കേരളത്തിലേക്ക് വന്നാൽ ഡോക്ടർ KN പണിക്കർ, അദ്ദേഹം മാപ്പിള ലഹളയെ ആദ്യം അദ്ദേഹം കർഷക കലാപമാക്കി, പിന്നെ സ്വാതന്ത്ര്യ സമരമാക്കി, അങ്ങനെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അടക്കമുള്ള ആളുകളെ മഹത്വവൽക്കരിച്ച ഒരു ചരിത്രകാരനാണ് ഡോക്ടർ KN പണിക്കർ. അതേ ഒരു ചരിത്രകാരനായിട്ട് എനിക്ക് കരുതാൻ കഴിയുന്നില്ല. ചരിത്രം എഴുത്തുകാരനാണ്, അല്ല ചരിത്രകാരനല്ല. ചരിത്രം ആർക്കെങ്കിലും എഴുതി കൊടുക്കുന്ന ചരിത്രകാരൻ എങ്ങനെയാണ് ആകുന്നത്? ആരുടെയെങ്കിലും താല്പര്യമനുസരിച്ച് ചരിത്രരചന നടത്തുന്ന ആൾ, ചരിത്രം എഴുതുന്ന ആളുകൾ മാത്രമാണ്. മറ്റൊരാളാണ് ഡോക്ടർ MR രാഘവ വാര്യർ. രാഘവ വാര്യരുടെ ക്രെഡൻഷ്യൽ നമുക്കറിയാം. അദ്ദേഹം പുരാവസ്തു ഗവേഷകനാണ്, ചരിത്രകാരനാണ്. മോൻസൺ മാവങ്കലിൻ്റെ വ്യാജ ചെമ്പോല വായിച്ചിട്ട് അതിൻ്റെ പഴക്കം നിശ്ചയിച്ച ആളാണ് ഈ രാഘവ വാര്യർ. ഇവരൊക്കെയാണ് ചരിത്രകാരന്മാർ. ഇവരെയാണ് പൊതുസമൂഹം തിരിച്ചറിയേണ്ടതും ഇവരെയാണ് പൊതുസമൂഹം വർജിക്കേണ്ടതും. ഇവർ പറയുന്ന കാപട്യമാണ് പൊതുസമൂഹം തിരിച്ചറിയാൻ എന്ന് കഴിയുന്നു അന്ന് മാത്രമേ നമുക്ക് ശരിയായ അർത്ഥത്തിൽ തീവ്രവാദത്തെ പ്രതിരോധിക്കാൻ പൊതുസമൂഹത്തിന് കഴിയുകയുള്ളൂ. ഇവർ പ്രവർത്തിക്കുന്നത് ഒന്നിൽ പണത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്കൊക്കെ വേണ്ടിയായിരിക്കും ഒരു പക്ഷേ ഈ ചരിത്രത്തെ മലിനമാക്കാൻ അവർ തയ്യാറാകുന്നത്. ഇതാണ് കേരളത്തിലെ സ്ഥിതിയിൽ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അത് പറയാൻ വിട്ടുപോയതാണ്, മാധ്യമങ്ങളാണ്. തീവ്രവാദത്തെ വെള്ളപൂശുന്ന മാധ്യമങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി കേരളീയർ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ രാവിലെ പത്രം എത്തിക്കഴിഞ്ഞാൽ ഒരു കട്ടൻ ചായയൊക്കെ കഴിച്ച് പത്രം വായിക്കുന്നവരാണ് മലയാളികളിൽ ബഹുഭൂരിപക്ഷവും. വാർത്തകൾ വളച്ചൊടിച്ചും വാർത്തകൾ തമസ്കരിച്ചും തീവ്രവാദികളെ വെള്ളപൂശിയും ഈ ലേഖനങ്ങളും വാർത്തകളും നൽകുന്ന മാധ്യമങ്ങൾ, പേരെടുത്തൊന്നും പറയേണ്ട കാര്യമില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ഈ അധമ മാധ്യമ പ്രവർത്തനം നടത്തുന്ന വൃത്തികെട്ട പത്രപ്രവർത്തകരെയും പത്രാധിപന്മാരെയും പത്രങ്ങളെയും കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ്. പക്ഷെ ആവർത്തിച്ച് പറയുന്നു,
ഈ പത്രത്തിലൂടെ വരുന്ന വാർത്തകൾ, അതിൽ നടത്തുന്ന അവർ പ്രസിദ്ധീകരിക്കുന്ന ചില ചിത്രങ്ങൾ, ആ ചിത്രങ്ങളിലൂടെ അവർ നൽകുന്ന സന്ദേശം, ഇതൊക്കെ കൃത്യമായി കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ കൊച്ചു കേരളം തീവ്രവാദത്തിൻ്റെ ഹബ്ബാണ് എന്ന് പറഞ്ഞത് ഐക്യരാഷ്ട്ര സംഘടനയാണ്. ഇന്നലെ ഡൽഹിയിൽ നടന്ന സ്ഫോടനം നാളെ കേരളത്തിൽ എവിടെയുമാകും. പൊതുസമൂഹം ജാഗരൂകരായിരിക്കുക മാത്രമല്ല, ഞാനീ പറഞ്ഞ പോലെ തീവ്രവാദത്തിന് വെള്ളവും വളവും നൽകുന്ന ആധമന്മാരെ തിരിച്ചറിയാനും അവരെ സാമൂഹ്യമായി ബഹിഷ്കരിക്കാനുമെങ്കിലും പൊതുസമൂഹത്തിന് കഴിഞ്ഞില്ലെങ്കിൽ തീവ്രവാദത്തിൻ്റെ കേന്ദ്രമായി കേരളം മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.